ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ നല്ല പ്രഭാതത്തില് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനുള്ള മഹാഭാഗ്യം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്നോർത്ത് ഞാൻ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് മോർണിംഗ് മനയുമായി നമുക്ക് ചിന്തിക്കുവാനുള്ളത് അനുസരണക്കേടിനാൽ സകലവും നഷ്ടമായി എന്നുള്ളതായ ഹെഡിങ് ആണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു. ഇത് നമുക്കറിയാം. ദൈവത്തിൻ്റെ വലിയ സ്നേഹനിമിത്തം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് ചില കാര്യങ്ങൾ ചെയ്യണമെന്നും ചെയ്യണ്ടെന്നും ഉള്ള നിർദ്ദേശം യഹോവയാം ദൈവം കൊടുക്കുകയും അതിനപ്പുറമായി മനുഷ്യനെ ചിന്തിപ്പിക്കാൻ തക്കവണ്ണം പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവരെ വഴിതെറ്റിക്കുവാൻ തക്കവണ്ണം ഇടയായ സാഹചര്യത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും പാമ്പിൻ്റെതായ ഉദ്ദേശം, അല്ലെ സാത്താൻ ലൂസിഫർ പാമ്പിന്റെ വേഷമെടുത്ത് സ്ത്രീയോട് വളരെ മധുരമായി സംസാരിച്ച് ദൈവം എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെയും വളരെ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ഉറപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം എന്നുള്ള ഒരു ഉറപ്പ് അവിടെ കൊടുക്കുകയാണ്. വളരെ മധുരമായി സംസാരിച്ചപ്പോൾ അതിൽ അവർ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഹവ്വയോട് ഇപ്രകാരമൊക്കെയും ചോദിക്കുമ്പോൾ ഹവ്വ ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി ഒരു കാര്യം കൂടെ അവിടെ കൂട്ടിച്ചേർക്കുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിലെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പിനോട് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നാൽ ദൈവം ഫലം തിന്നരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, തൊടുകയും അരുത് എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അത് ഹവ്വ കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ ഇന്നും ലോകത്തിൽ നമ്മൾ ഒരു വ്യക്തിയോട് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞതിനോട് ചില കാര്യങ്ങൾ ആഡ് ചെയ്ത് മറ്റൊരു വ്യക്തിയോട് സംസാരിക്കും. ആ വ്യക്തി ആ കാര്യം വേറൊരു വ്യക്തിയോട് പറയുമ്പോൾ ഇതിനോട് ചേർത്ത് വേറെ കാര്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ദൈവം മനുഷ്യരോട് പറഞ്ഞതായ ആ വാക്യത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അത് അങ്ങനെ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാണ് പറഞ്ഞത്. അവിടെ തൊടുകയും അരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഹവ്വ അവിടെ കൂട്ടിച്ചേർത്തായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി അല്പം കൂടെ ചേർത്ത് ഇവിടെ ഒരു പോഷ്ക് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോഷ്കിന്റെ അപ്പനായ സാത്താൻ അവരിലേക്ക് വളരെ മധുരമായി സംസാരിച്ച് അപ്രകാരം ഹവ്വയോട് കുത്തി ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 3-ാം അധ്യായം ചോദിക്കുമ്പോൾ പല കാര്യങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെയും ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായിട്ട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെയും ഒരു സംശയത്തിന്റെ വിത്ത് അവരുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുന്നതായിട്ട് നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നന്മ തിന്മകളെ കുറിച്ചുള്ള ആ തിരിച്ചറിവ്, അല്ലെ ആ തെരഞ്ഞെടുപ്പ് നമ്മൾ നഷ്ടപ്പെട്ടതായ സ്ഥിതിയിലേക്ക് ഈ സാത്താൻ മുഖാന്തരം മനുഷ്യർക്ക് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് അവരായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുവെന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 2-ാം അധ്യായം ഒക്കെയും പരിശോധിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നും ഈ അന്ത്യകാലത്തില് മനുഷ്യനെ പല വിധത്തില് സാത്താൻ പരീക്ഷിക്കുകയും അവരെ ദൈവവചനത്തിൽ നിന്നും അകറ്റി നിർത്തിക്കൊണ്ട് ദൈവവചനത്തിന് എതിരായി നിർത്തിക്കൊണ്ട് പഠിപ്പിക്കുവാൻ തക്കവണ്ണം അനേകരെ ഈ ദേശത്ത് ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞത് എപ്രകാരമാണോ അതിലൊരു അവിശ്വാസം അവരിൽ എത്തിക്കുക, അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അല്പം വ്യത്യാസം പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിക്കുവാൻ തക്കവണ്ണം
പല മാനുഷിക ഉപദേശങ്ങളും സാത്താന്റെ നിർദ്ദേശപ്രകാരം അനേകര് മറ്റുള്ളവരിലേക്ക് തിരുവചനം എടുത്ത് അതിനെ കൂട്ടിക്കളയുന്നതായിട്ട് നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ കാണുവാൻ സാധിക്കുന്നുവെന്ന് നമുക്ക് വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നല്ല തെരഞ്ഞെടുപ്പ് ദൈവവചന പ്രകാരം നാം ഏതാണ് തിരഞ്ഞെടുക്കുന്നത്, ദൈവത്തിന്റെ വചനം എപ്രകാരമാണ് നമ്മൾ അനുസരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഇവിടെ നമുക്കൊരു അതുകൊണ്ടാണ് പാപത്തിന്റെ ശമ്പളമായി മരണം ഭൂമിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. നമ്മൾ പാപം ചെയ്ത് നമ്മൾ അതിന്റെ ശമ്പളമായിട്ട് മരണത്തെ ഏറ്റുവാങ്ങുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് മുതൽ ഏദൻ തോട്ടത്തിൽ നിന്ന് നമ്മൾ പുറത്താകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ കഷ്ടതയും മരണവും പ്രയാസങ്ങളും ഒക്കെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കാരണമായി തീർന്നത് ഏദൻ തോട്ടത്തിൽ നിന്ന് നാം യഹോവയാം ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കാതെ സാത്താന്റെ വാക്കിൽ വിശ്വസിച്ച് അതിനടിമപ്പെട്ട് അതിൽ വിശ്വസിച്ച് ആ പാപം ചെയ്തുകൊണ്ടാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ മുന്നറിയിപ്പ് ഇന്ന് ഈ പ്രഭാതത്തിൽ നാം ഏറ്റെടുക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ വചനം എപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ശോധന ചെയ്യുന്നെങ്കിൽ തീർച്ചയായും സാത്താനെ നമ്മളെ ഒരിക്കലും അവന്റെ ഉപായത്തിൽ അകപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ദൈവത്തിന്റെ തിരുവചനം യഥാർത്ഥമായി നമ്മൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപയിൽ ആയിത്തീർന്നുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തില് ദൈവവചനം ധ്യാനിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ വചനം യഥാർത്ഥമായി ഘോഷിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആയിത്തീരുന്നെങ്കിൽ സ്വർഗം നമ്മളെക്കുറിച്ച് സന്തോഷിക്കുവാൻ ഇടയായിത്തീരും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ തിരുവചന ഭാഗത്താൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാത സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് കേൾപ്പിച്ചതായ തിരുവചനത്തെ ഓർത്തടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിൽ അനേക രോഗത്താലും ക്ഷീണത്താലും പ്രയാസത്താലും കടഭാരത്താലും നിരാശയിലും ഒക്കെയും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ, അങ്ങയുടെ വചനം അയച്ച് അവർക്ക് ആശ്വാസവും വിടുതലും കൊടുത്ത് സ്വർഗം അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. നിന്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ ആത്മീയ കൃപകളും തന്ന് സ്വർഗം അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.